കുടുംബം എന്താണ് എന്ന് ഖത്തീബ് ഉസ്താദ് പറഞ്ഞു. കൂടണ സമയത്ത് ഇമ്പുണ്ടാകുക. വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി വീട്ടിലേക്ക് വരുന്ന ഉപ്പ, വീട്ടിലേക്ക് വരുന്ന ഭർത്താവ്, ആ സമയത്ത് വീട്ടിലൊരു സന്തോഷം ഉണ്ടാകുമ്പോഴാണ് അത് കുടുംബമാകുന്നത്. വീട്ടിൽ വന്ന് തളർന്നു വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് ചുടുവെള്ളമോ പച്ചവെള്ളമോ കൊടുക്കാൻ സിറ്റൗട്ടിലും ഉള്ളിൽ ആളില്ല. എന്നും അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ സന്തോഷമില്ല. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, ചെറിയ തലമുറയിൽപ്പെട്ട ചെറിയ കുട്ടികൾ ഇവിടെയുണ്ട്. 4, 10, 20 വർഷം ജീവിച്ചവരിവിടെയുണ്ട്. ഒന്നാമത്തെ ടിപ്പ്, ഭർത്താവ് എപ്പോൾ വരുന്ന സമയത്തും പെൺകുട്ടികൾ, ഉമ്മമാർ സിറ്റൗട്ടിലുണ്ടാവണം. ശ്രമിക്കുക. അവർ വീട്ടിൽ നിന്ന് ജോലിക്കോ മറ്റോ പുറത്തേക്ക് പോകുന്ന സമയത്തും നമ്മൾ സിറ്റൗട്ടിൽ വേണം. ആ സലാം പറയുന്ന സമയം അത് ആണുങ്ങൾക്ക് വലിയ സന്തോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ കടന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ? ഭാര്യ ഭർത്താവിനോട് എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ? എന്തേതങ്ങനെ? നമ്മൾ 10-25 കൊല്ലം ഒപ്പം ജീവിച്ചില്ലേ? എൻ്റെ ഭാഗത്ത് നിന്ന് വല്ല പോരായ്മകൾ വന്നിട്ടുണ്ടോ? പൊരുത്തപ്പെട്ടു തരുമോ? ആ സമയത്ത് നബി തെളിഞ്ഞിരിക്കല്ല ചെയ്തത്. പുരുഷന്മാരെ, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിതുമ്പി. നബി തങ്ങളും കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ട് പറഞ്ഞു, ആയിഷ, ഖദീജ, നിങ്ങൾ എനിക്കും പൊരുത്തപ്പെട്ടു തരുമോ? ഇതാണ് കുടുംബജീവിതം, ബാലൻസ്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസാണ്. ആ ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സന്തോഷമല്ല, പിന്നെ അവിടെ വളരെ ദുഃഖമായ ഒരു ജീവിതമാണ്. അപ്പോൾ ഈ കഥയിൽ നിന്ന്, ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ആദ്യം വേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളൊരു മനസ്സാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ യൂണിറ്റാണ്. ഈ കുടുംബത്തിൽ പരസ്പര സ്നേഹവും ഇണക്കവും ഉണ്ടാകുമ്പോഴാണ്, അത് കണ്ട് മക്കൾ പഠിക്കുമ്പോഴാണ് പിന്നീടുള്ളൊരു തലമുറ നല്ല രൂപത്തിൽ വരും. ഇന്ന് പുറത്തിറങ്ങിയാൽ കമ്മിറ്റി സെക്രട്ടറിയും പള്ളി പ്രസിഡന്റും രാഷ്ട്രീയ പ്രവർത്തകനുമാകുമ്പോൾ നല്ല സ്വഭാവമായി, നല്ല മൈൻഡായി. വീട്ടിൽ വന്നാൽ ഭാര്യമാർ നെരിയുടെ മാതിരിയാണ് പെരുമാറുക, കടിച്ചു കീറുന്ന സ്വഭാവം. ഇങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ ആ വീട്ടിൽ എപ്പോഴും ദുഃഖമാണ് തളം കെട്ടി നിൽക്കുന്നത്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ നമുക്കുണ്ടായ പാഠം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയുടെ മുമ്പിൽ ഒരു സോറി പറഞ്ഞു, താന്നു കൊടുക്കുകയാണ്. അപ്പോൾ ആ മനസ്സ് വല്ലാത്തൊരു സ്നേഹം കൊണ്ട് പൊതിയുകയാണ്. തിരിച്ചും നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരാം. നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഉണ്ടോ? നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാവും. ഉണ്ടെങ്കിൽ ആ വീട്ടിൽ സമാധാനവും സന്തോഷവും. അതോടൊപ്പം തന്നെ ഈ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടി കുറേ കുടുംബ ബന്ധത്തിൻ്റെ മഹത്വം പറയൽ മാത്രമല്ല ഇതിൻ്റെ ലക്ഷ്യം. നമ്മളിവിടെ ഒരുമിച്ച് കൂടി ചായ കുടിച്ചു, കടി തിന്നു, ഭക്ഷണം കഴിച്ച് പിരിയാം. അതിൽ വലിയൊരു പുണ്യമില്ല എന്ന് പറയാൻ പറ്റുകയില്ല. കുടുംബ ബന്ധത്തിൽ ചേർക്കലോട് കൂടെ 2 ഓഫർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യുന്നു. ഇത്തരം സദസ്സിലൂടെ നമുക്ക് ദീർഘായുസ്സ് ലഭിക്കും. എല്ലാവരും വർത്താനാണോ? അല്ലല്ല. ഇത്തരം സദസ്സിലൂടെ നമുക്ക് ആയുസ്സിന് ദീർഘായുസ്സ് ലഭിക്കും. 1. 2, ഭക്ഷണത്തിന് വിശാലത ലഭിക്കും. അപ്പൊ കുടുംബ സംഗമം ഇതിനെ അഭിനന്ദിക്കേണ്ടതിന്റെ പ്രവർത്തകരെയാണ്. കാരണം ഒരു മകളെ കെട്ടിക്കുന്നതിനേക്കാൾ പണിയാണ് കുടുംബ സംഗമം നടത്തുന്നത്. മകളെ കെട്ടിക്കുമ്പോൾ പല ഭാഗത്തേക്കും കോൾ ചെയ്ത് പറഞ്ഞാൽ മതി.